നമസ്കാരം. ഇതുണ്ടോ, നല്ല ചുമന്ന ചീരയുണ്ട്. ഞാനതെടുത്ത് കഴുകിയെല്ലാം വെള്ളമെല്ലാം തൂത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിത് തോരൻ വെക്കാൻ പോവാണ്. ഇതിന് കുറച്ചേ എടുത്തുള്ളൂ. ഇതിൻ്റെ പകുതി ഇവിടെ ഇരിപ്പുണ്ട്, പകുതിയെ ഞാൻ എടുക്കുന്നത് തോരൻ വെക്കാൻ. അതിനാവശ്യത്തിനുള്ള തേങ്ങ, വെളുത്തുള്ളി, ജീരകം. ഇതിന് വേണമെന്ന് മുളക് പൊടി ഇതിനകത്തോട്ട് ഇടാൻ പോവാം. ചവയ്ക്കാനേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇനി ചതയ്ക്കും. കരിയാപ്പില ഇടുന്നുണ്ട്. കരിയാപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചതയ്ക്കും. ഞാനിത് ചതച്ചിട്ട് ഈ ചീര നമ്മൾ തോരൻ അരിയുന്ന പോലെ അരിഞ്ഞെടുത്ത് ഞാൻ കാണിക്കാമേ. ചീര തന്നെ ഇതുപോലെ ഒരു അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കടുക് വറുത്തിട്ട് എടുത്താൽ മതി. ചതച്ചും തേങ്ങ എല്ലാം ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനി എണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ട് അതിനകത്തോട്ട് ഇതിട്ട് തേങ്ങ ഇട്ട് അടച്ച് വെച്ച് ഇച്ചിരി ഉപ്പും ഇട്ട് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. എണ്ണ ഒഴിക്കുകയാണേ. കുറച്ച് മതി, ഒത്തിരി ഒന്നും വേണ്ട. കുറച്ച് ഉപയോഗിക്കുക ഇടുകയാണേ. നമ്മൾ ഉഴുന്നുപരിപ്പിടായിരുന്നേ കേട്ടോ. കടുക് ഇട്ടോ. ഇനി ഉഴുന്നുപരിപ്പിടുകയാണ് ഉഴുന്നൊക്കെ. മുളക് പൊടി ഇടുകയാണ് ആയിക്കോട്ടെ. കരിയാപ്പിലയുടെ കടുക് വറുക്കാൻ ഇടുകയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര അങ്ങോട്ട് കുറഞ്ഞിടുകയാണ്. ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരിപ്പൂടെ ചേർക്കാൻ പോവാണ്. തേങ്ങയും എല്ലാം കൂടെ ചതച്ചത്, മുളക് പൊടി എല്ലാം ഉണ്ട്. അതെല്ലാം കൂടെ അങ്ങോട്ട് കുഴഞ്ഞിട്ടാണ്. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഇത് പിന്നെ ഒരായി വന്ന് കഴിയുമ്പോൾ ഇതങ്ങ് ഇച്ചിരി ആകും ചീരത്തോരന്. ഒത്തിരി ആകും. നമ്മൾ എടുക്കുന്നതനുസരിച്ചൊന്നും ക്വാണ്ടിറ്റി കാണത്തില്ല, കുറച്ചേ കാണത്തില്ല. ഉപ്പോട് ചേർക്കുകയാണ്. തീരെ കുറച്ചിട്ട് ഈ ആവിയിൽ അങ്ങ് വേവും. അടച്ചു വയ്ക്കുകയാണ്. അടച്ചു വെച്ച് ഈ ആവിയിലങ്ങ് വെള്ളമൊന്നും ചേർക്കരുതിന്. വെള്ളമൊന്നും വേണ്ട ചീരയ്ക്ക്. ഈ ആവിയിൽ തന്നെ ഇരുന്ന് വെന്തോളും. നല്ല ഒന്നാന്തരം വിറ്റാമിനുള്ള ചുമന്ന ചീര തോരൻ റെഡിയായി. എല്ലാവരും കമൻറ്റ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഈ ചീര വാങ്ങിച്ച് തോരൻ വെക്കണേ. ഏറ്റവും നല്ലതാണ്. ഏറ്റവും വിറ്റാമിൻ കൂടിയ ചീരയാണ് ഈ ചുമന്ന ചീര.